സ്ഥാനാർത്ഥി നിർണയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെടലുണ്ടെന്ന CPM ആരോപണം തള്ളി ലീഗ്. CPM നേതാക്കളുടെ ആരോപണം അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. MK മുനീർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട എളമരം കരീമിന്റെ ആരോപണങ്ങൾ വിഡ്ഢിത്തമാണെന്ന് ET മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ ലീഗിന് ഒളിച്ചുകളിയില്ലെന്നും ET പറഞ്ഞു. അതൊക്കെ ഓരോരുത്തർ ആത്മസംതൃപ്തിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അതൊന്നും ലീഗുമായിട്ട് ഒരു ബന്ധവുമില്ല. ലീഗിന് തീരുമാനം എടുക്കാനുള്ള ആർജവം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ട്. മറ്റുള്ളവരുടെ ഉപദേശമോ നിർദ്ദേശമോ ഒന്നും സ്വീകരിക്കേണ്ട ആവശ്യം ലീഗിനില്ല. ഷാജിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് മുസ്ലിം ലീഗാണ്. കുഞ്ഞാലി സാഹിബിനെ അദ്ദേഹം പറഞ്ഞു ഞാൻ മലപ്പുറത്തേക്ക് പോവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം മലപ്പുറത്ത് തന്നെ അവസാനം മലപ്പുറത്ത് തന്നെ മത്സരിക്കണത്. അപ്പോൾ വേങ്ങരയിൽ ഒഴിവ് വന്നു. ആ ഒഴിവിലേക്ക് ഷാജിയെ വെച്ചു. അത്രേ ഉള്ളൂ. അല്ല മറ്റുള്ള ഒരു താല്പര്യവും അവിടെ ഇല്ല. വേറെ ഒരു ദുസ്വാധീനവും അവിടെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു വിഡ്ഢിത്തം പറയാമെന്നല്ലാണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുമില്ല. അത് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള സംഗതികളുണ്ട്. മുനീർ സാഹിബിനെ എല്ലാ ഉന്നത പദവിയിലേക്ക് കൊണ്ടത് വെൽഫെയർ പാർട്ടി പറഞ്ഞിട്ട് വെൽഫെയർ പാർട്ടിയല്ല ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് എന്താണ് അവരെ മതി, ഒളിച്ചുകളിയില്ല. ഞങ്ങളെ കൂടെ മുന്നണിക്ക് സഹായിക്കാമെന്ന് പറഞ്ഞവരാർ മുന്നണിയിലെ ഘടകകക്ഷികളേത് എന്നതൊക്കെ കൃത്യമായ സംഗതിയാണ്. ഒളിച്ചു വെക്കുന്ന കാര്യം UDF-ന് VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ലീഗിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് അത് ജമാഅത്തെ ഇസ്ലാമി നിർദ്ദേശിച്ചവരാണ് എന്നുള്ള INL ആണ് ഫാത്തിമ തെഹ്രിയുടെ കാര്യത്തിൽ പറഞ്ഞത്. അത് CPM ഏറ്റുപിടിക്കുകയും ചെയ്തു. ഇന്നലെ എളമരം കരീം മുനീറിന്റെ കാര്യത്തിൽ പറഞ്ഞത് അത് ലീഗ് തള്ളുകയാണല്ലോ. എന്താണ് നേതാക്കളുടെ പ്രതികരണം ലീഗിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ? സ്മൃതി, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് ആരോപിക്കുന്നത് 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ടാണ്. ആദ്യം INL ഫാത്തിമ തെഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വം ജമാഅത്തെ ഇസ്ലാമി നിർദ്ദേശപ്രകാരമാണ് പേരാമ്പ്രയിൽ വന്നത് എന്നൊരു ആരോപണം ഉന്നയിച്ചു. അതിനുശേഷം MK മുനീറിനെ കോഴിക്കോട് സൗത്തിൽ നിന്ന് ഒഴിവാക്കിയത് ജമാഅത്തെ ഇസ്ലാമി നിർദ്ദേശപ്രകാരമാണ് എന്ന ആരോപണം ഉന്നയിച്ചു. അതേസമയം തന്നെ വേങ്ങരയിൽ KM ഷാജിയെ നിയോഗിച്ചതും ഈ സമാനമായി ജമാഅത്തെ ഇസ്ലാമി സ്വാധീനം കൊണ്ടാണ് എന്ന രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചു. ഇതിന് 3നും ലീഗ് മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മറുപടിക്കപ്പുറത്തേക്ക് CPM ആഗ്രഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവണം എന്നുള്ളതാണ്. വെൽഫെയർ പാർട്ടി സംസ്ഥാനത്ത് നേമത്തൊഴികെ എല്ലാ മണ്ഡലങ്ങളിലും UDF-നാണ് പിന്തുണ കൊടുക്കുന്നത്. ആ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ബന്ധം അല്ലെങ്കിൽ ബാന്ധവം അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുക എന്നുള്ളതാണ്. ഫാത്തിമ തെഹ്ലിയുടെയും MK മുനീറിൻ്റെയും ഒക്കെ KM ഷാജിയുടെയും ഒക്കെ പേര് ഈ ഘട്ടത്തിൽ വലിച്ചഴക്കുന്നതിലൂടെ CPM ഉദ്ദേശിക്കുന്നത്. അതിന് മറുപടിയായി UDF SDPI ബന്ധം മുൻനിർത്തി പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. LDF SDPI-യുമായി ബന്ധമുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് UDF അതിന് മറുപടി പറയുന്നത്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.